എവിടുന്ന മൂല്യരങ്ങളൊക്കെ ദീൻ പഠിച്ചിരിക്കുന്നത്? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് വിഗ്രഹങ്ങൾ ആരാധിച്ചിരുന്നു. പ്രിയമുള്ള സഹോദരന്മാരെ, വഹാബികൾ കാലം കുറയായി ചെയ്തുകൊണ്ടിരിക്കുന്നത് മുശ്രിക്കാക്കുക, സുന്നികളെ മുഴുവനും മുശ്രിക്കാക്കുകയാണ്. അതിലൂടെ സ്വന്തം പിതാവിനെ പോലും കാഫിറാണ്, മുശ്രിക്കാണ് എന്ന് പറയാൻ പോലും യാതൊരു മടിയുമില്ലാത്ത, ഒരു നന്ദിയില്ലാത്ത, മാതാപിതാക്കളോടുള്ള ഒരു കൂറ് പോലും ഇല്ലാത്ത ഈ വിഭാഗത്തിന്റെ ചെയ്തികളെ മുഴുവനും എടുത്തുകാട്ടി പ്രഭാഷണം നടത്തുകയാണ് മമ്പാട് സഖാഫി ഉസ്താദ്. ആ ഉസ്താദിന്റെ പ്രഭാഷണത്തെ ഗണ്ണിച്ചുകൊണ്ട് വാപ്പമാരൊക്കെയും മുശ്രിക്കാണ്, കാഫിറാണ് എന്ന തരത്തിലാണ് നമ്മുടെ മൻസൂർ അതിന് വിവരിച്ചു കൊണ്ടുപോകുന്നത്. ആ ഒരു വീഡിയോയുടെ തുടക്കം ഇങ്ങനെയാണ്. ആരെയാണ് അവൻ ഇസ്ലാമിന്റെ പുറത്താക്കുന്നത്? ജീവിതത്തിൽ ആദ്യമായി അവൻ ജനിച്ചു വീഴുമ്പോൾ ഉമ്മയുടെ കൈകളിൽ നിന്ന് പൊന്നുമോനെ കയ്യിലെടുത്തവന്റെ ചെവിടുകളിൽ വലത്തെ ചെവിയിൽ ബാങ്കോ, ഇടത്തെ ചെവിയിൽ ഇഖാമത്തും കൊടുത്ത ബാപ്പയാണ്. അള്ള കൊണ്ട് തുടങ്ങി അള്ള കൊണ്ട് അവസാനിപ്പിക്കുന്ന വിശുദ്ധമായ ബാങ്ക്, ഇഖാമത്ത് വലത്തും ഇടത്തും കൊടുത്ത് അവന്റെ കലിമത്ത് തൗഹീദിന്റെ ആദ്യ സ്വരവും ശബ്ദവും അവന്റെ ചെവിടുകളിലൂടെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുത്ത ബാപ്പയുണ്ട്. ആ ബാപ്പയാണ് നാട്ടിലെ മഖ്ബറയിലേക്ക് പോയത്. ആ ബാപ്പയാണ് നാട്ടിലെ നേർച്ചക്ക് നേതൃത്വം കൊടുക്കുന്നത്. ആ ബാപ്പ കാഫിറായി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവന്റെ കലാപരിപാടി ആദ്യമായിട്ട് തുടങ്ങുക. പിന്നെയോ അപ്പോൾ മമ്പാട് ഉസ്താദ് ഇവിടെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതായത് വഹാബികൾ പുത്തൻവാദികളാണെന്ന് പറയാനുള്ള കാരണം, ഇബ്നു തൈമിയ്യ വരുന്നത് വരെ അതുവരെ ആരും അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് സിയാറത്തിന് പോകരുത് എന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് സിയാറത്ത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് വരാൻ പാടില്ല എന്ന് ആദ്യമായി പറഞ്ഞ വ്യക്തിയാണ് ഇബ്നു തൈമിയ്യ. അതുപോലെ അള്ളാഹുവിന്റെ റസൂലിനെ വിളിക്കാൻ പാടില്ല എന്ന് തുടങ്ങിയ വിഘടിത വാദങ്ങൾ ഒരുപാട് ഇബ്നു തൈമിയ്യക്കുണ്ട്. ആ ആശയങ്ങൾ പേറി നടക്കുന്നവരാണ് വഹാബികൾ, മുജാഹിദുകൾ. അത്തരത്തിലുള്ള ഒരു ആശയം പേറിയ വ്യക്തിയാണ് നമ്മുടെ മൻസൂറും. അതുകൊണ്ട് തന്നെ ഇബ്നു തൈമിയ്യ കൊണ്ടുവന്ന ആശയം ഈ അടുത്ത് ജനിച്ച ചില ആളുകൾക്ക് മാത്രമേ അത് കിട്ടിയിട്ടുള്ളൂ. എന്നാൽ പൂർവികന്മാരാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് ഈ കേരളത്തിൽ ദീൻ പ്രചരിപ്പിച്ചു. അതുവഴി ഇസ്ലാം വന്നവരെല്ലാം അവരെല്ലാം ഇസ്തിഗാസ ചെയ്യുന്നവരായിരുന്നു, അവരെല്ലാം തവസ്സുൽ ചെയ്യുന്നവരായിരുന്നു, അവരെല്ലാം മൗലിദുകളും മറ്റുമൊക്കെ പാരായണം ചെയ്യുന്നവരായിരുന്നു. അതുകൊണ്ടൊന്നും ആർക്കും ഇവിടെ ഒരു വിമർശനവും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിൽക്കാലത്ത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ആദ്യമായി സ്വന്തം ഗവേഷണത്തിലൂടെ പിഴച്ചുപോയ ഇബ്നു തൈമിയ്യ ഒരു ആശയം കൊണ്ടുവന്നു. ആ ആശയം പേറി നടക്കുന്ന വഹാബികൾ സ്വന്തം പിതാവ് ഇന്നലെ വരെ ചെയ്തിരുന്ന ചെയ്തികളെല്ലാം വെച്ചുകൊണ്ട് അവരെല്ലാം കാഫിറാണ്, മുശ്രിക്കാണ് എന്ന് പറയാൻ യാതൊരു മടിയും കാണിക്കാതെ വന്നു. അതായത് വഹാബികളുടെ പ്രവർത്തനം സ്വന്തം പിതാവിനെ പോലും തള്ളി അവർ കാഫിറാണെന്ന് പറയാനുള്ള ഒരു യാതൊരു മടിയുമില്ലാത്ത ലജ്ജാവഹമാകുന്ന ഒരു ആശയത്തിലേക്ക് അവർ എത്തിപ്പെട്ടു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതാണ് ഇവിടെ ഉസ്താദ് സൂചിപ്പിച്ചത്. എന്നാൽ ഇതിനെ ഗണ്ണിക്കുകയാണ് മൻസൂർ. ഇതങ്ങ് കേട്ടപ്പോൾ മൻസൂറിന്റെയും അവസ്ഥ ഇതുപോലെ തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം വല്ലാണ്ട് രോഷാകുലനായിട്ടാണ് ഇനി സംസാരിക്കുന്നത്. അതായത് വാപ്പമാര് അത് മഖ്ബറയിൽ പോകുന്നത് കൊണ്ട് മക്കള് പോകണമെന്നുണ്ടോ? വാപ്പമാർ മൗലിദ് പാരായണം ചെയ്യുന്നത് കൊണ്ട് മക്കൾ പാരായണം ചെയ്യണമെന്നുണ്ടോ? ഇങ്ങനെ തുടങ്ങിയിട്ട് ഇദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ വെച്ചുകൊണ്ടായിരിക്കാം അദ്ദേഹം അത്തരത്തിലുള്ള ഒരു മറുപടി കൊടുക്കുന്നത്. അതൊന്ന് കേട്ടു നോക്കാം. വാപ്പ മക്കാമിലേക്ക് പോകുന്നുണ്ട് എന്ന് കരുതിയിട്ട് വാപ്പയാണ് എന്നുള്ള ആ ഒരു ഇതില് അങ്ങോട്ട് പോകാൻ പാടുമോ? വാപ്പ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോകുകയാണെങ്കിൽ, വാപ്പ ഏതെങ്കിലും ചർച്ചിലേക്ക് പോകുകയാണെങ്കിൽ, വാപ്പ മക്കാമിൽ പോകുന്നതും വാപ്പ ക്ഷേത്രത്തിൽ പോകുന്നതും ഒരുപോലെയായിട്ടാണ് മൻസൂർ കണ്ടിരിക്കുന്നത്. ഇതാണ് ഇസ്ലാമിന്റെ ബാലപാഠം പോലും പഠിച്ചിട്ടില്ല എന്നതിന്റെ ഒരു വ്യക്തമായ പ്രകടമായ ഉദാഹരണം. മക്കാമിൽ പോകുന്നതും ക്ഷേത്രത്തിൽ പോകുന്നതും ഒരുപോലെയാണോ മൻസൂറെ? 5 വക്ത് നിസ്കരിക്കുന്ന ഓരോ വക്തിലും നിർബന്ധമായി അള്ളാഹു അല്ലാതെ ആരാധനക്കാരൻ ആരുമില്ല, അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് 5 വക്തിനും കൃത്യമായി പറയുന്ന സ്വന്തം പിതാവ് അവർ മൗലിദ് പാരായണം ചെയ്യുന്നു, അവർ മമ്പുറത്തെ തങ്ങൾ വിളിക്കുന്നു, അവരെ സിയാറത്ത് ചെയ്യുന്നു. ഇതൊക്കെയും ചെയ്യുന്നത് അള്ളാഹു ഏകനായ ഇലാഹാണ് എന്ന വിശ്വാസത്തിൽ തന്നെയാണ്. അവർക്കൊക്കെയും ഉറപ്പാണ് അള്ളാഹുവിനെല്ലാം കഴിവുണ്ട്, എല്ലാത്തിനും അള്ളാഹു അധിപനാണ് എന്ന വിശ്വാസം ഉള്ളവർ മാത്രമാണ് അത്തരത്തിൽ മാലയും മൗലിദും പാരായണം ചെയ്യുകയുള്ളൂ. അങ്ങനെ മാലയും മൗലിദും പാരായണം ചെയ്യുന്ന എല്ലാത്തിന്റെയും അധിപൻ അള്ളാഹുവാണ്
എല്ലാ കഴിവിന്റെയും അധിപൻ അള്ളാഹുവാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ മക്കാമിൽ പോയി പറയുന്നത് എന്താ? അവരോട് സഹായം ചോദിക്കുമ്പോൾ അവർക്ക് ഉറപ്പുണ്ട് അള്ളാഹുവിന് മരണപ്പെട്ടു പോയവരെന്നോ ജീവിച്ചിരിക്കുന്നവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കഴിവ് കൊടുക്കാൻ അള്ളാഹുവിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരോട് പോയി ചോദിക്കുന്നു, അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട് നമുക്ക് അവർ സഹായിക്കും എന്ന വിശ്വാസത്തിൽ പോകുന്നതും മക്കാ മുശ്രിക്കുകൾ അതുപോലെ കാഫിരീങ്ങൾ അമ്പലത്തിൽ പോകുന്നതും സമമാണ് എന്ന് വരുത്തി തീർക്കുന്നു. അതിലൂടെ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണ്? സ്വന്തം പിതാവ് മക്കാമിൽ പോയതും അമ്പലത്തിൽ പോയതും ഒരുപോലെയാണെന്ന് പറയുന്നതിലൂടെ സ്വന്തം പിതാവ് കാഫിറാണെന്ന് പറയാൻ യാതൊരു മടിയും കാണിക്കാത്ത ഇത്തരത്തിലുള്ള സമൂഹം നിങ്ങൾ കരുതിയിരിക്കണം പ്രിയമുള്ള സഹോദരന്മാരെ. തുടർന്നു പോകുന്ന ഇദ്ദേഹത്തിന്റെ അപകടമാകുന്ന വാചകങ്ങൾ നമുക്ക് ശ്രമിക്കാം. അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോണെന്ന എവിടുന്ന മൂല്യരങ്ങളൊക്കെ ദീൻ പഠിച്ചിരിക്കുന്നത്? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് വിഗ്രഹങ്ങൾ ആരാധിച്ചിരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എത്രമാത്രം അപകടം പിടിച്ച വാക്കാണ് പ്രിയമുള്ളവരെ പറയുന്നത്. എങ്ങനെയാണ് നിങ്ങൾക്കിത് പറയാൻ സാധിക്കുന്നത് മൻസൂറെ? എങ്ങനെയാണ് വഹാബികളെ നിങ്ങൾക്കിത് പറയാൻ സാധിക്കുന്നത്? അള്ളാന്റെ റസൂലിന്റെ പിതാവ് വിഗ്രഹം ആരാധിച്ചിരുന്നു എന്ന് പറയാനുള്ള നാവ്, അതിനുള്ള ധൈര്യം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? അതിന് എന്ത് തെളിവാണുള്ളത്? എന്ത് അടിസ്ഥാനമാണുള്ളത്? ഇത്രക്കും പരിശുദ്ധരായ ഒരു തറവാട്ടിൽ പരിശുദ്ധരായ ഉമ്മക്കും വാപ്പക്കും ജനിച്ച അള്ളാന്റെ റസൂലിന്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന ഇത്തരത്തിലുള്ള വഹാബികൾ എങ്ങനെയാണ് ഇവരൊക്കെ അംഗീകരിക്കുന്നത്? എങ്ങനെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നത്? പ്രിയമുള്ളവരെ, കൽബിൽ ഹൃദയത്തിൽ ഈമാനിന്റെ കണികയുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വാചകം ഒരു മുസ്ലിമിന്റെ വായിൽ നിന്നും വരാൻ പാടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അള്ളാന്റെ റസൂലിന്റെ പിതാവ് ശിർക്ക് ചെയ്തിട്ടുണ്ട്, അത് ആ വിഗ്രഹത്തെ ആരാധിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് പറയാൻ ഒരു ധൈര്യം വരുന്നത് ഭയങ്കരം തന്നെയാണ്. ഒരു മുസ്ലിമിന്റെ വായിൽ നിന്നും വരാൻ പാടില്ലാത്ത വാക്കാണ് മൻസൂറെ നിങ്ങൾ ഈ പറഞ്ഞത്. ഇതൊരിക്കലും ശരിയല്ല. എന്റെ ആ കഅബാലയത്തിലെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ആളുകളോട് റസൂലുള്ള നിർത്തണം എന്ന് പറഞ്ഞത് അല്ലേ? ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്, അല്ലാഹ് ഉണ്ട് എന്നല്ല. അങ്ങനെ മക്കാ മുശ്രിക്കുകളോട് കേരളത്തിലെ പാവപ്പെട്ട മുഅ്മിനീങ്ങളാകുന്ന ജനങ്ങളെ മുഴുവനും ആ മക്കാ മുശ്രിക്കുകളോട് കൂടെ ചേർത്ത് കൂട്ടിക്കെട്ടാനാണ് ഇയാൾ ശ്രമിക്കുന്നത്. എന്തൊരു കഷ്ടമുണ്ട്! അള്ളാന്റെ റസൂലിന്റെ സ്വഹാബത്ത് കാണിച്ചു തന്ന ദീന്, ആ ദീൻ അനുസരിച്ച് ജീവിക്കുന്ന ഭീകന്മാരാകുന്ന മാതാപിതാക്കൾ അവരൊക്കെയും ഷിർക്കിന്റെ അനുയായികളാണെന്ന് പറയുന്ന ഇയാളുടെ പ്രത്യേക ദീനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇയാൾ എവിടുന്നാണ് ദീൻ പഠിച്ചത്? മൻസൂറ, നീ എവിടുന്നാണ് ദീൻ പഠിച്ചത്? സ്വന്തം ഖുർആനിൽ നിന്ന് ഗവേഷണം ചെയ്തതാണോ? ഏത് വഹാബിയാണ് നിനക്ക് ദീൻ പഠിപ്പിച്ചു തന്നത്? നിങ്ങളൊന്ന് വ്യക്തമാക്കണം. വഹാബ് സക്കാഫിയെ, നിങ്ങളുടെ പിതാവ് ജാറത്തേക്ക് പോകുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ജാറത്തേക്ക് പോകണമെന്നാണോ? ജാറത്ത് പോയിട്ട് ആ മയ്യത്തിനോട് തേടുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ മയ്യത്തിനെ തേടണം എന്നാണോ? അതാണോ? മൻസൂറെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടില്ല. അള്ളാഹുവിന്റെ ഖുദ്റത്ത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അള്ളാഹുവിന് മരിച്ചവർക്ക് കഴിവ് കൊടുക്കാൻ സാധിക്കില്ല എന്നാണോ മൻസൂറെ നിങ്ങൾ പറയുന്നത്? അപ്പോൾ കഴിവ് കുറഞ്ഞ അള്ളാഹുവിനെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഞങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹു എല്ലാവർക്കും ഒരുപോലെ കഴിവ് കൊടുക്കാൻ സാധിക്കുന്ന എല്ലാത്തിന്റെയും അധിപനായ ഖാദിറായ അള്ളാഹുവിനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതല്ല, നിങ്ങൾ വിശ്വസിക്കുന്നത് എന്താ? ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമേ അള്ളാഹു കഴിവ് കൊടുക്കുള്ളൂ, മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു കഴിവ് കൊടുക്കൂല, അതിന് അള്ളാഹുവിന് കഴിയില്ല എന്ന് വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ആ അള്ളാഹുവിൽ വിശ്വസിക്കാൻ സുന്നികളാകുന്ന ഞങ്ങൾക്ക് തയ്യാറില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഏകനായ എല്ലാത്തിനും കഴിയുന്നവരായ അള്ളാഹുവിനെയാണ്. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നതോ കഴിവ് കുറഞ്ഞ അള്ളാഹുവിനെയാണ്. ഇതാണ് ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നത് മരണപ്പെട്ടു പോയ ആളുകളാണെങ്കിലും അവർക്കും അള്ളാഹുവിന് കഴിവ് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ കൊടുക്കുന്ന കഴിവ്, ആ കഴിവിന്റെ തഹത്തിലാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അഥവാ അള്ളാഹുവിന്റെ ഖുദ്റത്തിന്റെ തഹത്തിലാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതല്ലാതെ നിങ്ങൾ കെട്ടിവെക്കുന്നത് പോലെ മക്കാ മുശ്രിക്കിനോട് കൂട്ടിക്കെട്ടാൻ അതിന് ഒരിക്കലും സുന്നികളുടെ വിശ്വാസത്തെ യോജിക്കുകയില്ല മൻസൂറെ. നിങ്ങൾ വിശ്വസിച്ച അള്ളാഹുവിനെ ആദ്യം ഒന്ന് കൃത്യമായിട്ട് നിങ്ങളൊന്ന് ഡിഫൈൻ ചെയ്യണം. ഈ വാപ്പാനെ അനുസരിക്കുക എന്നുള്ളത് അള്ളാന്റെ ഹബീബും പറഞ്ഞതിന്റെ വിരുദ്ധമായിട്ട് അനുസരിക്കുക. അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും എന്താണോ കാണിച്ചു തന്നത് അത് തന്നെയാണ് പൂർവികന്മാരാകുന്ന നമ്മുടെ മാതാപിതാക്കൾ കാണിച്ചു തന്നിട്ടുള്ളത്. നമ്മളെല്ലാം ദീൻ പഠിച്ചത് നമ്മുടെ ഉമ്മമാരിൽ നിന്നും വാപ്പമാരിൽ നിന്നും അതുപോലെ തന്നെ ഉസ്താദുമാരിൽ നിന്നുമാണ് നമ്മളൊക്കെ ദീൻ പഠിച്ചിട്ടുള്ളത്. അതല്ലാതെ അള്ളാഹുവിന്റെ റസൂല് നമുക്ക് നേരിട്ട് ദീൻ പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ ദീൻ പഠിച്ചു. അങ്ങനെ എന്തോ ഒരു വ്യക്തി താല്പര്യത്തിന് വേണ്ടിയിട്ട്
ചില വാശിക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾ പഠിപ്പിച്ചതൊന്നും ദീനല്ല, ഞാൻ വഞ്ചിതനായിരിക്കുകയാണെന്ന് ആരാണ് പറയുന്നത്? സ്വന്തമായിട്ട് ഗവേഷണം ചെയ്ത് ഖുർആനിന്റെ അർത്ഥം വെച്ചുകൊണ്ട് അള്ളാഹുവിന് കൈയുണ്ട്, അള്ളാഹുവിന് കാലുണ്ട്, റസൂലുള്ളാഹിന്റെ വാപ്പ ശിർക്ക് ചെയ്തു എന്നിങ്ങനെ തുടങ്ങിയെന്ന നീചവും നികൃഷ്ടവുമാകുന്ന തൗഹീദ് സ്വന്തം ഗവേഷണത്തിലൂടെ നിങ്ങൾ മെനഞ്ഞുണ്ടാക്കിയത് മൻസൂറെ. അതിലൂടെ സ്വന്തം പിതാവിനെ ശിർക്ക് ആരോപിച്ചില്ലേ, സ്വന്തം ഉമ്മാനെ ശിർക്ക് ആരോപിച്ചില്ലേ? ഇതാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. അതിന് കിടന്ന് ഉരുണ്ടിട്ട് കാര്യമില്ല. ഇങ്ങനെയാണ് കേരളത്തിലെ എല്ലാ മുജാഹിദുകളും വഹാബികളും ചെയ്യുന്നത്. സ്വന്തം പൂർവികന്മാരാകുന്ന സ്വന്തം വാപ്പയെയോ അല്ലെങ്കിൽ വാപ്പാന്റെ വാപ്പയെയോ അല്ലെങ്കിൽ അവരുടെ വാപ്പയെയോ നിങ്ങൾക്ക് ശിർക്ക് ആരോപിക്കാതെ നിങ്ങളുടെ തൗഹീദ് ഇവിടെ പ്രചരിപ്പിക്കാൻ കഴിയുന്നില്ല എന്നതിന്റെ പ്രകടമായ ഉദാഹരണമാണ് മൻസൂറിന്റെ ഈ വാചകങ്ങൾ. പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, അത് കേട്ടോ കാണി. പിന്നെ അവന്റെ ജീവിതത്തില് ആ പൊന്നുമ്മ അവന്റെ അതരങ്ങളിൽ കുഞ്ഞിളം ചുണ്ടുകളിലേക്ക് മുലപ്പാല് നൽകിയിട്ട് ആട്ടുതൊട്ടിലിട്ടുകൊണ്ട് അവന്റെ ഹൃദയത്തിലേക്ക് കൈമാറിയ തൗഹീദിന്റെ രണ്ടാമത്തെ വാതിലുണ്ട്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. തൊട്ടിലിന്റെ കയരം പിടിച്ച് കുഞ്ഞിളം മനസ്സിലേക്ക് ആവർത്തിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മധുരമുള്ള സ്വരം കൈമാറിയ പൊന്നുമ്മയാണ്. അസ്ബി റബ്ബി ജല്ലല്ലാഹ് എന്നുള്ള അല്ലെങ്കിൽ ആ ഒരു തൗഹീദിന്റെ വാചകങ്ങൾ പറഞ്ഞു. അതില് ഹക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. ആ ഹക്ക് പറയാൻ മറന്നു പോയിട്ടുണ്ട്. എന്തായാലും ഹക്ക് അതാണ്, ആ ഹക്കാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അത് ചൊല്ലി ആട്ടി ഉറക്കിന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വികാരത്തിന്റെ തള്ളിച്ചങ്ങോട്ട് കൊടുന്നു വെച്ചിരിക്കുകയാണ്. എന്തിന്? ഉമ്മാനെയും വാപ്പാനെയും സ്നേഹിക്കണോലെ അള്ളയും റസൂലും പറഞ്ഞു കേൾക്കണ്ട, നിങ്ങള് മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിച്ചോളി എന്ന് പറയാനാണ് ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, ഉമ്മാനെയും ഉപ്പാനെയും വിശ്വസിക്കണം. ഉമ്മയും ഉപ്പയും വിശ്വസിക്കുന്നത് യഥാർത്ഥ മതത്തിൽ തന്നെയാണ്. സ്വന്തം വാപ്പയിലും ഉമ്മയിലുള്ള വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുകയല്ലേ മൻസൂർ നീ ചെയ്യുന്നത്? സ്വന്തം ഉപ്പാനെയും ഉമ്മാനെയും തള്ളിപ്പറയണം. അവരൊന്നും മുസ്ലിമീങ്ങളല്ല എന്നല്ലേ നീ പറഞ്ഞതിന്റെ ഒരർത്ഥം? എത്രമാത്രം നീചമാണ് നിന്റെ മനസ്സ് മൻസൂറെ. സ്വന്തം വാപ്പയും ഉമ്മയും ശിർക്കാരോപിക്കുന്ന, അവർ കാഫിറാണ് മുശ്രിക്കാണെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര വലിയ തത്രപ്പാട്? അള്ളാന്റെ റസൂലിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന സ്വന്തം മാതാപിതാക്കളെ, മറ്റാരെയുമല്ല, നിങ്ങൾ മനസ്സിലാക്കണം, സ്വന്തം മാതാപിതാക്കളെ കാഫിറാണ് മുശ്രിക്കാണെന്ന് പറയാൻ ഇവർക്കല്ലാതെ വേറെ ആർക്കും സാധിക്കില്ല. അതിനുള്ള മനസ്സിന്റെ തൊലിക്കട്ടി അത് നിങ്ങൾക്കുണ്ട്. ആ തൊലിക്കട്ടിയുള്ള നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വികാരഭരിതമാകുന്ന വാക്കുകളൊന്നും കേറൂല, അത് ഉറപ്പാണ്, അത് അറിയാം. എന്നാൽ നിങ്ങളോടല്ലേ പറയുന്നത്? അല്പമെങ്കിലും മനസ്സിന് അലിവുള്ള, മനസ്സ് കടുക്കാത്ത ഉമ്മയോടും ഉപ്പയോടും ഒക്കെ വാത്സല്യവും സ്നേഹവുമുള്ള അവരോടാണ് ഈ വാചകങ്ങൾ പറയുന്നത്. അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയും. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരുടെ ഉമ്മയും വാപ്പയും അവരുടെ പൂർവികന്മാരും അവരുടെ ഉപ്പമാരും അങ്ങനെ തുടങ്ങിയിട്ട് സ്വഹാബത്തിലേക്ക് എത്തി, സ്വഹാബത്ത് റസൂലുള്ളാഹി തങ്ങളിലേക്ക് എത്തുന്ന ആ ഇൽമിന്റെ പരമ്പര അത് പറയാൻ സാധിക്കുന്നത് സുന്നികൾക്കാണ്. അതല്ലാതെ ഈ വഹാബിസം പറയുന്ന ആശയങ്ങൾ അത് ആര് പഠിപ്പിച്ചോ എന്ന് ചോദിച്ച് അതിന്റെ അവസാനത്തെ ഉത്തരം ചെന്നെത്തുന്നത് അത് ഒന്നുകിൽ ഇബ്നു തൈമിയയിലേക്കാണ്, അവിടെ നിന്നും വിട്ടാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിലേക്കാണ്. അതിനപ്പുറം അങ്ങോട്ട് ആ ആശയം പോകൂല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. മനുഷ്യന്മാരെ പേപ്പിക്കലാണല്ലോ നിങ്ങളെ പരിപാടി, ഇബ്ലീസിന്റെ പരിപാടി എന്നല്ലാണ്ട് എന്താ പറയാ? അള്ളാഹുവിന് എല്ലാത്തിനും കഴിവുണ്ട് എന്ന് പറയുന്നത്, അള്ളാഹുവിന് എല്ലാത്തിനും കഴിയും എന്ന ഒരു വിശ്വാസം ഒരു മുസ്ലിമിൽ ഉണ്ടാകണം. ഈ ഒരു അള്ളാഹുവിന് എല്ലാം കഴിയും, അള്ളാഹുവിന് എല്ലാ കഴിവ് കൊടുക്കാനും കഴിയും എന്ന് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വേവലാതിപ്പെടുന്നത്? അത് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് വല്ലാണ്ട് ഒരു ചൂടും പുകയും ഒക്കെ? എനിക്ക് മനസ്സിലാകുന്നില്ല. അള്ളാഹുവിന് മരണപ്പെട്ടു പോയവരെന്നോ മരിച്ചവരെന്നോ ജീവിച്ചിരിക്കുന്നവരോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാ സമയത്തും കഴിവ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നവൻ റബ്ബാണ്, അള്ളാഹുവാണ് എന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? കൃത്യമായി മറുപടി പറയണം. അതല്ലെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കണം. അള്ളാഹുവിന് എന്താ ഇതിനൊന്നും സാധിക്കൂലേ? വഹാബികൾ പറയുന്നു ഇതിനൊന്നും അള്ളാഹുവിന് സാധിക്കൂല എന്ന്. അപ്പൊ കഴിവില്ലാത്ത അള്ളാഹുവിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കണം. ഇത് പറയുമ്പോ നമ്മൾ പിഴപ്പിക്കുന്നവരാണ്, പിഴച്ചവരാണ്. ഈ പറഞ്ഞതുകൊണ്ട് അള്ളാഹുവിന്റെ കുദറത്തിൽ വല്ല മാറ്റവും വരുമോ? പ്രിയമുള്ളവരെ, നിങ്ങളത് മനസ്സിലാക്കണം. ഇയാൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്?
മഹാനായ ജീലാനി തങ്ങളെ മാല പാടുന്നത്, റിഫായി ഷെയ്ഖ് തങ്ങളെ മാല പാടുന്നത്, നഫീസത്ത് ബീവിയുടെ മാല പാടുന്നത്. രണ്ടാമതും ചെയ്യേണ്ട തമ്മാടിത്തെന്താണ്? ആ ഇതൊക്കെ തമ്മാടിത്താണെന്നുള്ള തരത്തിലാണ് ഇപ്പൊ മൂപ്പർ പറഞ്ഞിരിക്കുന്നത്. ശരി തന്നെയല്ലേ? സ്വന്തം ഉപ്പാനെയും ഉമ്മാനെയും കാഫറാക്കുക എന്ന് പറഞ്ഞാൽ എന്ത് വലിയ തമ്മാടിത്തരാണത്, എത്ര വലിയ മോശത്തരാണത്. ഇന്നലെ വരെ നമ്മളെ തീറ്റിപ്പോറ്റിയ, സ്വന്തം സ്നേഹിച്ച് വളർത്തിയ ഉമ്മയും ഉപ്പയും കാഫിറാണെന്ന് പറയാൻ, ആ കാഫിറാണെന്ന് പറയുന്നവനെ എന്താണ് വിശേഷിപ്പിക്കേണ്ടത്? തെമ്മാടിത്തരമല്ലാതെ എന്താണ് അതിന് പറയേണ്ടത്? നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയൂ. അള്ളാഹ് സ്വന്തം പിതാവിനെ കാഫിറാക്കി. ഇതിനു മുമ്പ് ഇയാൾ ഒരു വീഡിയോ ചെയ്തു, ഇതിലും പറഞ്ഞു അള്ളാന്റെ റസൂലിന്റെ മാതാപിതാക്കൾ കാഫിറാണ്. ഇപ്പോൾ പറയുന്നു സ്വന്തം മാതാപിതാക്കളും കാഫിറാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വല്ലാത്തൊരു തൗഹീദ് തന്നെയാണ് നിങ്ങളുടെ തൗഹീദ്. അള്ളാഹുവിന് കഴിവില്ല എന്നും അള്ളാഹുവിന് പരിമിതമായ കഴിവുള്ളോ എന്നല്ലേ നിങ്ങളുടെ ഈ തൗഹീദിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എന്താണ് മൻസൂറെ ചിന്തിക്കാത്തത്? അല്ലാണ്ട് പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നില്ലല്ലോ നിങ്ങള്. അതിന്റെ അർത്ഥം പഠിച്ചരുതെന്നല്ലേ ഈ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നിങ്ങളുടെ ആ അർത്ഥങ്ങളിലൊക്കെയും അള്ളാഹുവിന് കൈയുണ്ടെന്നും അള്ളാഹുവിന് കാലുണ്ടെന്നും അള്ളാഹു ആകാശത്ത് നിന്നും സ്റ്റെപ്പുകൾ ഇറങ്ങുന്നത് പോലെ ഇറങ്ങി വരുമെന്നൊക്കെ എഴുതി വെക്കുന്ന തൗഹീദാണോ? ആ ഒരു ഖുർആനിന്റെ പരിഭാഷയാണോ ഞങ്ങൾ വായിക്കേണ്ടത്? അള്ളാഹുവിന് കഴിവില്ല, അള്ളാഹുവിന് പരിമിതമായ കഴിവുള്ളൂ എന്ന് പറയുന്ന വ്യാഖ്യാനങ്ങളാണോ ഞങ്ങൾ വായിക്കേണ്ടത്? ഞങ്ങൾക്ക് അറിയേണ്ടത് യഥാർത്ഥ ദീനാണ്. അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയാണോ ഖുർആൻ പഠിപ്പിച്ചത് അത് ഞങ്ങൾക്ക് കിട്ടണം. അതല്ലാതെ അള്ളാഹുവിന് കൈയുണ്ട് അള്ളാഹുവിന് കാലുണ്ട് എന്ന് പറയുന്ന ഒരു ആൾ ദൈവമല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് മൻസൂർ പ്രത്യേകം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഖുർആൻ പരിഭാഷകളൊക്കെ അത്തരത്തിലുള്ളതായതുകൊണ്ട് ആദ്യ നബി പേച്ചുപോയി എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് അമ്പിയാക്കളെ കുറിച്ച് പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പറയുന്ന, പലതും വിസർജിക്കുന്ന വ്യാഖ്യാന ഖുർആൻ പരിഭാഷയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അതൊക്കെ ഞങ്ങൾ വായിക്കണം എന്നാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത്. ഒരിക്കലും മുസ്ലിമീങ്ങൾ അതിന് കിട്ടൂല മൻസൂറെ. അത് നിങ്ങളുടെ പിഴച്ചുപോയ വിശ്വാസം പേറി നടക്കുന്ന പാവങ്ങളോട് പറഞ്ഞാൽ മതി അല്ലേ? എന്നിട്ട് തമ്മാടിത്തം ചെയ്യണത് ഏത്? അള്ളാനെ മാത്രം ആരാധിക്കുക, അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നു പറയണത് തമ്മാടിത്താന്നാണ് ഈ ചങ്ങായി പറയണത്. ഒരിക്കലുമല്ല. അള്ളാഹുവിനെ ആരാധിച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളെ കാഫിർ എന്ന് വിളിക്കുന്ന അതാണ് തെമ്മാടിത്തരം എന്നാണ് ഉസ്താദ് പറഞ്ഞതും ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ അള്ളാഹുവിനെ ആരാധിക്കണമെന്നോ അള്ളാഹു ആണ് ഏക ഇലാഹി എന്ന് പറഞ്ഞതിന്റെ പേരിലല്ല ഇവിടെ ആരും തെമ്മാടിത്തരമെന്നോ മോശപ്പെട്ട ആള് എന്ന് പറയുന്നത്. നിങ്ങൾ പറയുന്നത് എന്താണ്? അള്ളാഹുവിനെ ആരാധിക്കണം, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഇത് ഞങ്ങൾക്കാർക്കും തെറ്റില്ല, ഞങ്ങളൊക്കെ ഇത് തന്നെയാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ പറയുന്ന മറ്റ് അടുത്ത ആശയം എന്താണ്? നിങ്ങൾ അള്ളാഹുവിനോട് ആരാധിക്കണം എന്ന് പറയുമ്പോഴും ഏത് അള്ളാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കണം എന്ന് പറയുന്നത്? കഴിവ് കുറഞ്ഞ അള്ളാഹുവിനെ ആരാധിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്. ഞങ്ങൾ അങ്ങനെ ഒരു അള്ളാഹുവിലല്ല വിശ്വസിക്കുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഏക ഇലാഹായ എല്ലാത്തിനും കഴിയുന്ന അള്ളാഹുവിലാണ്. ആ ഒരു അള്ളാഹുവിൽ വിശ്വസിക്കാനാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ പറയുന്നതോ കഴിവില്ലാത്ത അള്ളാഹുവിനോട് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോഴാണ് അവിടെയാണ് തെമ്മാടിത്തരം വരുന്നത്. അതല്ലാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതിന്റെ പേരിൽ ആരും ഇവിടെ തെമ്മാടിത്തരമെന്നോ മോശപ്പെട്ടതാണെന്നോ ചീഞ്ഞു നാറുന്നതാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പ്രത്യേകം മൻസൂർ മനസ്സിലാക്കുക. എന്നതിന് അള്ളാഹ് മാത്രമാണ് പറഞ്ഞു കൊടുക്കുന്നത്. അള്ളാഹ് റബ്ബാണെന്നുള്ളത് നിങ്ങളും അംഗീകരിച്ചിട്ടുണ്ട്, മക്ക മുശ്രിക്കുകളും തന്നെയാണ് അംഗീകരിച്ചിട്ടുള്ളത്. അത് മറ്റൊരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ അർത്ഥങ്ങൾ ഈ 7ാം വയസ്സ് എന്നൊക്കെ പറഞ്ഞല്ലോ, 1ാം ക്ലാസ് മുതൽ പഠിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ഇലാഹ ഇല്ല. എന്താണ് അതിന്റെ അർത്ഥം മൻസൂറെ? അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇലാഹ് എന്നത് പറഞ്ഞതിന്റെ അർത്ഥത്തിന്റെ വ്യാപ്തിയിൽ എന്തൊക്കെയാണ് വരുന്നത്? ഇതൊക്കെ മൻസൂറിന് അറിയോ മൻസൂറെ? അങ്ങനെ എന്തായാലും ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കൂല. ഹക്കും ഇല്ലല്ലാ എന്ന് പറയുന്നതൊക്കെ ഇത് അറബിയാണോ അനറബിയാണോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷയാണോ മൻസൂറെ? ഏതാണ് ഈ ഭാഷ എന്ന് പറഞ്ഞാൽ നന്നായിരിക്കും.
ഏതായിരുന്നാലും നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുവിൽ ഏതായിരുന്നാലും ഞങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതോ ഞങ്ങൾ ദർസിലോ മദ്രസയിലോ ഞങ്ങൾ ആരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. കാരണം ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതൊക്കെയും എല്ലാ കഴിവുമുള്ള അള്ളാഹുവിനെയാണ് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണ് കുട്ടികൾക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ദർസിലാകട്ടെ മദ്രസയിലാകട്ടെ ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഈ രീതിയാണ്. അതല്ലാതെ മൻസൂറെ നീ വിശ്വസിക്കുന്ന കഴിവില്ലാത്ത അള്ളാഹുവിലല്ല എന്ന് മൻസൂർ പ്രത്യേകം മനസ്സിലാക്കണം. ഒരാളും തന്നെ ആരാധനക്കർഹനായിട്ടില്ല. അല്ലാഹു സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാതെ സർവശക്തനായ അള്ളാഹു ആണെന്നതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ മൻസൂറെ? സർവശക്തനായ അള്ളാഹു ആണ് എന്നതിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് മരണപ്പെട്ടു പോയ ആളുകൾക്ക് കഴിവില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത്? മരണപ്പെട്ടു പോയ ആളുകൾക്കും അള്ളാഹു കഴിവ് കൊടുക്കൂല, അതിന് കഴിയില്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഈ പറയുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് സർവശക്തനായ അള്ളാഹു എന്ന് പറയാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ പഠിപ്പിച്ചു കൊടുത്ത ഈ കുട്ടികളോട് ചോദിക്കും, എന്താ ചോദിക്കുക? മമ്പർത്ത് തങ്ങളെ കുട്ടികൾ തരണേ, മാറ്റി തരണേ, അതുപോലെ തന്നെ സിഎം മണപ്പൂരെ വിസ ശരിയാക്കി തരണേ, ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നടത്തുമ്പോൾ ഈ കുട്ടി ചോദിക്കും, അല്ല മോലിയരെ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞല്ലേ ഇബാദത്ത് ആരാധന? അങ്ങനെ ചോദിച്ചാൽ ഞങ്ങൾ പറയും, അല്ല, എല്ലാ പ്രാർത്ഥനയും അങ്ങ് ആരാധനയാവൂല എന്ന് ഞങ്ങൾ പറയും. അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്തൊക്കെയുണ്ടോ അത് മാത്രമാണ് പ്രാർത്ഥനയാകുന്നത്. അതല്ലാതെ സാധാരണ നമ്മൾ ചോദിക്കുന്നതും സഹായം അഭ്യർത്ഥിക്കുന്നതും അതൊക്കെ പ്രാർത്ഥനയായിട്ട് ചിത്രീകരിക്കുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. അത് ഈ മൻസൂറിനെ പോലെയുള്ള ആളുകളാണെന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുക. ഇനി ഞാൻ നിങ്ങൾക്ക് മൻസൂറിന്റെ ചില പ്രാർത്ഥനകൾ കാണിച്ചു തരാം. ജനങ്ങളോട് പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. എനിക്ക് ആരെങ്കിലും സഹായമായിട്ട് എന്തെങ്കിലും തരുവാണെന്നുണ്ടെങ്കിൽ അത് നിരസിക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെ ആർക്കെങ്കിലും എന്നെ സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ ഗൂഗിൾ പേ നമ്പറോ അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പറോ ഒക്കെ ചോദിച്ചാൽ മതി, അത് നൽകാം. അഹങ്കാരത്തോടെ തള്ളുകയല്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് മുഴുവനായിട്ടും നിങ്ങൾ ചെയ്യുന്നത് ഒരു സൽപ്രവൃത്തിയാണ്. അള്ളാഹുവിന്റെ മാർഗത്തില് അത് കൂലി കിട്ടുവാനാണെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഇവിടെ എത്തുന്നില്ല. എന്തായാലും അയച്ച സഹോദരന് ഒരുപാട് നന്ദി അറിയിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ കരുതും അവനൊക്കെ വലിയ സെറ്റപ്പിലാണ്, അവന്റെ ഓരോ വീഡിയോയുടെയും ബാക്ക്ഗ്രൗണ്ട് കണ്ടോ എന്താ സെറ്റപ്പ്, അതൊക്കെ ഫോട്ടോസാണ് സഹോദരന്മാരെ. യഥാർത്ഥ എന്റെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ നിങ്ങൾ കാണുന്നതാണ്. അപ്പൊ അതും ഒരു അഹങ്കാരമല്ല. ഇൻഷാ അല്ലാഹ് അഹങ്കാരം എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. അപ്പൊ മൻസൂറെ, ഇതൊക്കെ ഏത് തരത്തിലുള്ള പ്രാർത്ഥനയാണ് മൻസൂറെ? ജനങ്ങളോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, അർത്ഥിക്കുകയാണ്, നിങ്ങൾ പണം വേണം, സഹായിക്കണം എന്ന രീതിയിലുള്ളത്. അപ്പൊ മൻസൂറെ, നിങ്ങളൊന്ന് ആത്മാർത്ഥമായി പറയുക, ഈ വിളി എന്ത് തരത്തിലുള്ള, ഈ സഹായം ചോദിക്കൽ എന്ത് തരത്തിലുള്ള സഹായം ചോദിക്കലാ? കഴിവ് അള്ളാഹു ആർക്കെങ്കിലും കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ആരെങ്കിലും തരണേ എന്നുള്ള ഒരു ഭിക്ഷാടനല്ലേ ഈ ചെയ്യുന്നത്, ഒരു സഹായതേട്ടം. ഈ സഹായം ചോദിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ചെറുക്ക് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കും? നിങ്ങൾ പറയും, ഒരിക്കലുമില്ല, ഞാൻ അങ്ങനെ ഒന്നും കരുതിയിട്ടില്ല, ഞാൻ അള്ളാഹുവാണ് ഏക ഇലാഹ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതല്ലാതെ ഞാൻ ചോദിക്കുന്ന സഹായം ചോദിക്കുന്ന ജനങ്ങൾ അവർക്ക് സ്വന്തമായി കഴിവുണ്ടെന്നോ അവർ ദൈവമാണെന്ന വിശ്വാസത്തിലോ അല്ല ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുകയാണെങ്കിലല്ലേ ഞാൻ ശിർക്ക് ചെയ്യുള്ളൂ, അങ്ങനെ ചോദിക്കുന്നവനല്ലേ ശിർക്ക് മുശ്രിക്കാണെന്ന് പറയേണ്ടതുള്ളൂ എന്ന് നിങ്ങൾ മറുപടി പറയും. ഇതേ മറുപടിയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. മക്ബറയിൽ പോകുന്ന മഹാന്മാരോട് സഹായം ചോദിക്കുന്നതൊക്കെയും അള്ളാഹു കൊടുക്കുന്ന കഴിവാണ്. ആ കൊടുക്കുന്ന കഴിവിലാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അത്രേ ഇതിന്റെ ഒക്കെ അർത്ഥമുള്ളൂ. അതിനെയൊക്കെ നിങ്ങൾ വക്രീകരിച്ചുകൊണ്ട് അതൊക്കെ മക്കാ മുശ്രിക്കുകളിലേക്ക് കൂട്ടിക്കെട്ടുന്ന ഈ ഒരു പ്രവണത അതൊരിക്കലും ശരിയല്ല. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ആ ഒരു ആത്മശാന്തിക്ക് വേണ്ടി പറയുന്ന, ആ ഒരു മാനസിക കുളിർമയ്ക്ക് വേണ്ടി പറയുന്ന ചില ചപ്പടി വിദ്യകളാണ് എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങൾ കൃത്യമായിട്ട് ഇദ്ദേഹത്തിന്റെ വോയിസ് കേൾക്കുന്ന, ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളത്, ഇദ്ദേഹം നിങ്ങളെ മുഴുവനും വഞ്ചിക്കുകയാണ്. ഇദ്ദേഹം മുഴുവനും നിങ്ങളെ കൊണ്ടുപോകുന്നത് മറ്റേതോ തൗഹീദിലേക്കാണ്. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ കമന്റിൽ വരുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ സമസ്ത വിട്ടു അല്ലെങ്കിൽ സുന്നിസം വിട്ടു, ഞാൻ മുജാഹിദിലേക്ക് എന്ന് പറയുന്ന ചില ആളുകളെ കമന്റ് ഇദ്ദേഹം കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ച് പറയാനുള്ളത്, പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങൾ മുജാഹിദിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് വിഭാഗത്തിലേക്കാണ് പോവുക? ജിന്നൂരികളുടെ വിഭാഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മറ്റു ചില വിഭാഗങ്ങൾ പറയും നിങ്ങൾ മുഴുവൻ മുശ്രിക്കാണ്, കാഫിറാണെന്ന് പറയും.
അതല്ലാതെ നിങ്ങൾ വല്ല സി ഡി ടവർ വിഭാഗത്തിലേക്ക് പോയാലോ അപ്പോൾ മറ്റു ചിലർ പറയും നിങ്ങൾ കാഫിറാണ്. അങ്ങനെ പരസ്പരം കാഫിറായി മുശ്രിക്കായി ചിത്രീകരിക്കുന്ന ഒരു വിഭാഗമാണ് മുജാഹിദ് കൂടാരം. ആ കൂടാരത്തിലേക്ക് പോയിട്ട് നിങ്ങൾ തൗഹീദ് പറയുന്നു എന്ന് പറയുമ്പോൾ ഏത് വിഭാഗത്തിലേക്കാണ് നിങ്ങൾക്ക് വിശ്വസിച്ച് പോകാൻ കഴിയുക? പരസ്പരം ശിർക്ക് ആരോപിക്കുന്ന ഈ വിഭാഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഒരു കൃത്യമായി തൗഹീദ് കിട്ടുക? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവരുടെ ഈ ശിർക്ക് ആരോപിക്കൽ മൻസൂർ അടക്കമുള്ള ആളുകളെ കുറിച്ച് അതാ ഫൈസൽ മൗലവി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഗൗരവമാണ് ശിർക്കാരോപണം. അവൻ ശിർക്കാ ചെയ്യുന്നതാണ്, അയാൾ മുസ്ലിക്കാണ്, ഇയാൾ മുസ്ലിക്കാണ്, അവൻ കാഫിറാണ്, അവൻ ശിർക്കിന്റെ ആളാണ് എന്ന് ഒരാളെ പറ്റി ആരോപിക്കുന്നത് നബി തങ്ങൾ പറഞ്ഞു, രണ്ടിൽ ഒരാളിലേക്ക് അത് മടങ്ങാതിരിക്കില്ല. പറഞ്ഞവൻ അതില്ലെങ്കിൽ ആരോപിച്ചവനിലേക്ക് തിരിച്ചു വരുമെന്നാണ്. കൂടുതലായി നീട്ടിക്കൊണ്ടുപോകുന്നില്ല. പ്രിയമുള്ള സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള ജാഹിലിങ്ങൾ വന്നുകൊണ്ട് നിങ്ങളുടെ ഈമാൻ കൊള്ളയടിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, അള്ളാഹു ഏകനാണെന്ന വിശ്വാസം നമ്മുടെ ഹൃദയത്തിലാണ്. അത് ഏതെങ്കിലും വഹാബികളുടെ ആഫീസിലല്ല. നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു ഏകനാണെന്ന ഒരു വിശ്വാസമുണ്ടോ? അതിനെ ചോദ്യം ചെയ്തിട്ട് ഇനി ഏത് വഹാബി വന്നാലും അതിനൊന്നും നമ്മൾ ഒരിക്കലും മുഖവിലക്കെടുക്കേണ്ടതേ ഇല്ല എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ സലാമത്താക്കി തരുമാറാകട്ടെ.